ഇന്ന് നമ്മൾ ഒരു ഷോർട്ട് കോഴ്സിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ചായിരിക്കും. എന്നാൽ 5 വർഷം മുന്നേ നമ്മൾ ഈ കോഴ്സിനെ പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിന് ഇത്രയധികം ഡിമാൻഡ് വന്നത് എന്ന് ചോദിച്ചാൽ അത് കോവിഡിന് ശേഷമാണ്. അതിന് കാരണം ഒന്നേ ഉള്ളൂ. വലിയ ഹോസ്പിറ്റലുകൾ ഒഴികെ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലാത്ത മറ്റു ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ സ്റ്റാഫ് തന്നെയായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകളും ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കോവിഡ് വന്നതിന് ശേഷം അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അത്രയധികം പേഷ്യൻസ് ആയിരുന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഓപ്പറേഷൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും ഹോസ്പിറ്റലുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലെ ഷോർട്ടേജ് എല്ലാം മനസ്സിലായി തുടങ്ങിയിരുന്നു. ആ സമയം മുതൽ ഹോസ്പിറ്റലുകൾ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലേക്കുള്ള ജോബ് ഓപ്പണിങ്സ് നൽകാൻ തുടങ്ങി. എന്നാൽ ഒരേ സമയത്ത് തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ വാക്കൻസീസ് വന്നതോടുകൂടി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന ജോബിന് വലിയ രീതിയിലുള്ള ബൂം ഉണ്ടായി. അന്നു മുതൽ ഡിമാൻഡ് കൂടിയതോടെ ഇപ്പോഴും ആ സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും മെഡിക്കൽ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ഹയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജോലിക്കും ഇത്രയധികം വാക്കൻസീസ് ഉള്ളത്. ഇപ്പൊ കുറച്ചൊക്കെ മനസ്സിലായില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. ഈ കോഴ്സിന്റെ ക്വാളിഫിക്കേഷൻ, എവിടെ പഠിക്കണം, ആർക്കൊക്കെ പഠിക്കാൻ പറ്റും, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ ബെറ്റർ എന്നുള്ള എല്ലാ ഡൗട്ട്സും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. കൂടുതൽ ആളുകൾക്കുള്ള ഡൗട്ടായിരിക്കും എന്തൊക്കെ ജോലികളാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത്. മാത്രമല്ല, ഹോസ്പിറ്റലിന് എന്തിനാണ് ഇത്രയധികം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ എന്ന തോന്നലും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അധികം കാണുന്നത് ഡോക്ടേഴ്സ്, നേഴ്സ് പോലെയുള്ള മെഡിക്കൽ ഫീൽഡിലെ ആളുകളെ മാത്രമായിരിക്കും, അല്ലേ? എന്നാൽ അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് തരംതിരിക്കാം. അതിലൊന്നാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെയുള്ളത് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്, നേഴ്സ് തുടങ്ങിയ മെഡിക്കൽ സ്റ്റാഫുകൾ അടങ്ങിയിട്ടുള്ളതാണ്. നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഇനി അടുത്തതായി എന്തൊക്കെ ജോലി സാധ്യതകളാണ് ലഭിക്കുക എന്ന് നോക്കാം. നമ്മളെല്ലാവരും ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നാൽ ആദ്യം കാണുന്നത് ഫ്രണ്ട് ഓഫീസാണ്, നമ്മുടെ റിസപ്ഷൻ തന്നെ. പക്ഷെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് ജോലി മാത്രമേ കിട്ടൂ എന്നുള്ളത്, അല്ലെങ്കിൽ അതുമാത്രമാണ് അഡ്മിനിസ്ട്രേഷൻ വേക്കൻസിയിൽ ഉൾപ്പെടുന്നത് എന്ന്. ശരിക്കും ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതെന്താണ് എന്ന് പലർക്കും അറിയില്ല. അറിയാത്തവർക്ക് അത് ക്ലിയർ ചെയ്തു കൊടുക്കാനാണ് ഈ വീഡിയോ. എന്നാൽ എന്തൊക്കെയായിരിക്കും മറ്റു ജോലികൾ, അത് നോക്കിയാലോ. ആദ്യത്തേത് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, പിന്നെ കസ്റ്റമർ കെയർ, OPD അസിസ്റ്റന്റ്, ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, HR മാനേജർ, HR എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി മാനേജർ, വാർഡ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് ഒരുപാട് ജോലി കിട്ടും. ഈ ലിസ്റ്റ് മാത്രമല്ല, ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച് ഇനിയും ജോലി കൂടും. ഈ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ എങ്ങനെയാണ് ഇത്രയധികം ജോലി സാധ്യതകൾ വന്നതെന്നും അതിൽ എന്തൊക്കെയാണ് റോളുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. എന്നാൽ ഇതിലൊക്കെ സാലറി എത്ര കിട്ടും എന്നറിയണ്ടേ? അടുത്തായിട്ട് നമുക്ക് അത് നോക്കിയാലോ. ഇപ്പൊ നമ്മളൊരു ഫ്രഷർ ആയിട്ടാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ എൻട്രി ലെവൽ ജോലികളായിരിക്കും ലഭിക്കുക. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവുകൾ, അതുപോലെ എക്സിക്യൂട്ടീവ് ജോലികൾ. അതുകൊണ്ട് തന്നെ 10,000 മുതൽ 20,000 രൂപ വരെ ഒരു ഫ്രഷർക്ക് ശമ്പളം പ്രതീക്ഷിക്കാം. പിന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് നല്ല നല്ല പൊസിഷൻസും അതുപോലെ തന്നെ ശമ്പളം കൂടുകയും ചെയ്യും. ഇനി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും നാട്ടിലെ 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. എങ്കിൽ മാത്രമേ പുറത്തൊക്കെ നല്ല ശമ്പളമുള്ള ജോലി കിട്ടൂ. ഇനി നമ്മുടെ നാടിന്റെ അവസ്ഥ നോക്കിയാലോ. പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ? 5 വർഷം മുന്നേ കുറച്ച് ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ചുറ്റിലും ചെറുതും വലുതുമായ നിരവധി ഹോസ്പിറ്റലുകളാണുള്ളത്. അതിനോടൊപ്പം ആരോഗ്യ മേഖലയും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ജോലിയൊന്നും കുറയാൻ പോകുന്നില്ല. ഇനി അടുത്തതായിട്ട് ഇന്റേൺഷിപ്പ് എന്താണ്, എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാം. ഇന്റേൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കാനും പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാനും പ്രാക്ടിക്കൽ നോളജ് നേടാനും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കുകയാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥി ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസ്, കസ്റ്റമർ കെയർ, ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, മാനേജ്മെന്റ് എന്നിവയിൽ പ്രവർത്തിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ആവാനും ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ജോലി ചെയ്യാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയും.
ശരിക്കും ഇന്റേൺഷിപ്പിന്റെ പ്രധാന ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഒരു പുതിയ പ്രൊഫഷണലുകൾക്ക് അവരുടെ ആദ്യത്തെ ജോലിയുടെ പേടിയും ആശങ്കയും മാറ്റാനുള്ള ഒരു അവസരമാണ്. നിങ്ങൾ ഒരു ട്രെയിനി ആയി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുത്തെ ജോലികളും പ്രവർത്തനങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും ചെറുതും വലുതുമായ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേടിയും പിന്നെ ജോലിയുടെ എല്ലാ മേഖലകളിലും ഒക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാകും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് രംഗത്ത് മാത്രമല്ല, ഏത് മേഖലയിലായാലും നമ്മളൊരു എക്സിക്യൂട്ടീവിന്റെ കൂടെ നടന്ന് ജോലി പഠിക്കുക എന്നാണ് ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു ട്രെയിനി ആയിട്ട് അവിടെ ജോലി ചെയ്യുക എന്നതാണ് ഇന്റേൺഷിപ്പ് കൊണ്ടുള്ള ഉപകാരം. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആർക്കൊക്കെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു സ്ഥാപനത്തിലെ ഫ്രണ്ട് ഓഫീസിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണുന്നതുകൊണ്ട് ഈ കോഴ്സ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് എന്ന ധാരണയുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി നൽകുന്ന കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്തൊരു സംശയം വരുന്നത് സയൻസ് പഠിച്ചവർക്ക് മാത്രമാണോ ഇത് പഠിക്കാൻ കഴിയുക, കൊമേഴ്സ് പഠിച്ചവർക്ക് കഴിയില്ലേ എന്നൊക്കെയുള്ള ഡൗട്ട്. ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ജോബ് ആയതുകൊണ്ട് തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ നമ്മൾ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഇനിയിപ്പോൾ ഈ കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കണോ ഓഫ്ലൈനായിട്ട് പഠിക്കണോ എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം സാഹചര്യത്തിനനുസരിച്ച് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു സ്ഥാപനത്തിൽ പോയി നേരിട്ട് പഠിക്കുന്നതാണ്. നമുക്കൊരു മെന്റർ തന്നെ കോഴ്സിനെ കുറിച്ചെല്ലാം ഡയറക്റ്റായി ഇൻട്രൊഡക്ഷൻ നൽകുകയും ചെയ്യും. ഇനി ഓൺലൈനായിട്ടാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കൂടുതലാണ്. ഇതുവഴി ടീച്ചറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇത് പറയാനുള്ള കാരണം എന്തെന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഓൺലൈൻ വഴി നമുക്ക് പഠിക്കാൻ പറ്റും. ആ ചെറിയ ഫീസിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് വാങ്ങാനും പറ്റും. അതുപോലെ തന്നെ എല്ലാവരും ഒരേ സമയത്ത് ക്ലാസ് കാണണമെന്നില്ല. ചില ആൾക്കാർക്ക് രാവിലെയും മറ്റു ചിലർക്ക് വൈകിട്ടായിരിക്കും സമയം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് കാണാനുള്ള ഒരു അവസരം ഓൺലൈൻ വഴി നൽകുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞെങ്കിലും ഇനി എവിടെ പഠിക്കണമെന്നാണെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബ്രെയിൻസിൽ. എത്രയൊക്കെ കോഴ്സ് റിലേറ്റഡ് വീഡിയോസ് കണ്ടാലും ഉത്തരങ്ങൾ കിട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള പല സംശയങ്ങളും ഉത്തരങ്ങളും വേണ്ടിവരും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയെക്കുറിച്ച് അറിയാൻ എക്സ്പേർട്ടായ ഒരു മെന്ററോട് സംസാരിക്കണമെന്നാണെങ്കിൽ ഉടൻ തന്നെ ബ്രെയിൻസിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ കാണുന്ന ഗെറ്റ് അസിസ്റ്റന്റ് ചൂസ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വാട്സപ്പ് ചാറ്റ് വഴി മെന്ററുമായി ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി.